ഇതുപോലത്തെ നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. I do my own thing, I do my own thing. I go my own way, don't care what you say. I do my own thing, I do my own thing. I go my own way, don't care what you say. I do my own thing, I do my own. What's up guys, welcome to the review forum. ഇന്നത്തെ ടെക് ടോക്ക് എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ടെസ്ല സൈബർ ട്രക്കിന്റെ വിശേഷങ്ങളാണ്. പിക്കപ്പ് ട്രക്ക് ഇൻഡസ്ട്രിയിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറും എന്നാണ് ടെസ്ലയുടെ വിശ്വാസം. ഒരു ഫുള്ളി ഇലക്ട്രിക് പിക്കപ്പ് ട്രക്കാണ് ടെസ്ല കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഒരു ഗെയിം ചേഞ്ചർ ആകും എന്നുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് ഒരു എക്സോസ്റ്റ് സ്കെലിറ്റൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ വണ്ടി എവിടെയെങ്കിലും ഇടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റിൽ എന്തെങ്കിലും കൊള്ളുകയാണെങ്കിൽ മിനിമം ഡാമേജ് ആയിരിക്കും ഈ വണ്ടിക്ക് ഉണ്ടാകുക. എക്സോസ്റ്റ് സ്കെലിറ്റന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അൾട്രാ ഹാർഡ് 30x റോൾഡ് കോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. കമ്പനി പറയുന്നത് ഇതിനും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വേറെ ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യും എന്നായിരുന്നു. ബേസിക്കലി ഈ വണ്ടി ബുള്ളറ്റ് പ്രൂഫ് ആണ് എന്നാണ് ടെസ്ല പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ടെസ്ലയുടെ ആർമർ ഗ്ലാസ് ആണ്. മറ്റുള്ള ടെസ്ല മോഡൽസിനുള്ള പോലെ തന്നെ ഇതും ബുള്ളറ്റ് പ്രൂഫ് ആണ്. പക്ഷെ ലോഞ്ച് സമയത്ത് ഇലോൺ മസ്ക് അതിന്റെ ഡെമോ കാണിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഗ്ലാസ് തന്നെ പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. വീഡിയോ കാണാം. Could you try to break this glass, please? Yeah. Sure? Yeah. Oh my fucking god. Well, maybe that was a little too hard. Should we try on the beer? Sorry? Okay. It didn't go through. So that's a plus side. Let's try the right? Try that one, really? Okay. Yeah. Sure. Oh, man. It didn't go through. All right. Not bad. All right. Thank you. മൂന്നാമത്തേതും എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് വേഴ്സറ്റൈൽ യൂട്ടിലിറ്റി. അതായത് 35,000 പൗണ്ടിന്റെ പേലോഡ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ് ടെസ്ല സൈബർ ട്രക്ക്. ഇതുകൂടാതെ ഈ വണ്ടിക്ക് കൊടുത്ത മറ്റൊരു ഫീച്ചറാണ് അഡ്ജസ്റ്റബിൾ എയർ സസ്പെൻഷൻ. അതായത് വണ്ടിക്ക് ലോഡ് യൂണിഫോം അല്ല എന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് വണ്ടി ലെവൽ ചെയ്യുന്ന ഒരു കേപ്പബിലിറ്റിയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പിക്കപ്പ് വണ്ടി ആയതുകൊണ്ട് 100 ക്യൂബിക് ഫീറ്റിന്റെ എക്സ്റ്റീരിയർ സ്റ്റോറേജ് തന്നെ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറേജിന് അൾട്രാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവറും അത് ലോക്കും ചെയ്യാവുന്നതാണ്. ഒരു ഇലക്ട്രിക് വണ്ടി ആയിട്ടും ഈ വണ്ടിയുടെ ടോയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 14,000 പൗണ്ടാണ്. ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 പേർക്ക് ഇരിക്കാനുള്ളതാണ്. മുമ്പിലത്തെ റോയിൽ 3 പേരും പിൻപിലത്തെ റോയിൽ 3 പേരാണ്. പിന്നിലത്തെ റോയിന്റെ അടിയിലും സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഇതുകൂടാതെ 17 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ കൺസോൾ ആണ് ടെസ്ലയിൽ വരുന്നത്. വണ്ടിയുടെ മറ്റ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 120ഉം 240 വോൾട്ടിന്റെ പവർ ഔട്ട്ലെറ്റും കംപ്രസ്ഡ് എയറിന്റെ ഒരു ഔട്ട്ലെറ്റും വണ്ടിക്കുണ്ട്. ഇത് കൂടാതെ തന്നെ ടെസ്ലയിൽ എപ്പോഴും കാണുന്ന ഓട്ടോ പൈലറ്റ് മോഡും ഈ വണ്ടിക്കുണ്ട്. സിംഗിൾ മോട്ടർ, ഡബിൾ മോട്ടർ, ട്രിപ്പിൾ മോട്ടർ എന്നീ 3 വേരിയൻസിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. സിംഗിൾ മോട്ടർ എന്ന് പറയുന്നത് റിയർ വീൽ ഡ്രൈവും 0 to 60 mph ആക്സിലറേഷൻ 6 സെക്കൻഡ്സിനുള്ളിലാണ് അത് കയറുന്നത്. ഡബിൾ മോട്ടറും ട്രിപ്പിൾ മോട്ടറും 4 വീൽ ഡ്രൈവ് ആണ്. 0 to 60 mph ആക്സിലറേഷൻ 4.5 സെക്കൻഡ്സിനുള്ളിലാണ് കയറുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലായി എന്നെ അറിയിക്കുക. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടേക്ക് കെയർ.